ഹലോ, എല്ലാവർക്കും നമസ്കാരം. നല്ല ആവിയിറക്കുന്ന കട്ടൻ ചായ, സോയാബീൻ പക്കോട. ഞാൻ സോയാബീൻ പക്കോട ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ, എനിക്കൊന്നും ആരും ഇതുവരെ ഇത്ര കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് ഇത്ര ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി കാണൂല എന്ന് ഞാൻ പറയുന്നത്. ഞാനിത് കഴിക്കുമ്പോൾ കണ്ണനോട് പെറ്റ് വെക്കുമായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞുതരട്ടെ. നമ്മൾ സോയാബീൻ എടുത്ത് തിളച്ച വെള്ളത്തിലിട്ടു, എന്നിട്ട് ഊറ്റിയിട്ട് നല്ലോണം പിഴിഞ്ഞു. പിന്നെ 2 വട്ടം സാദാ വെള്ളത്തിൽ നല്ല വൃത്തിയിൽ കഴുകി പിഴിഞ്ഞൊരു പാത്രത്തിലേക്ക് ഇട്ടു. അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, അതിൻ്റെ നമ്മളെ സാധനത്തിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് വേണ്ട പച്ചമുളക്, മല്ലിയില, അരിപ്പൊടി, പിന്നെ ഇടേണ്ടത് പെരിഞ്ചീരകം. ഓക്കെ, അത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ച് എണ്ണ ഇതുപോലെ ചീനച്ചട്ടിയിൽ ചൂടായ ശേഷം ഞാൻ ഒരു തവണ കോരി വെച്ച് രണ്ടാമതാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് എണ്ണ കുറച്ചും അതിലിങ്ങനെ ഇതൊക്കെ കാണുന്നത് കേട്ടോ, കുറച്ച് കരട് പോലെയൊക്കെ കാണുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളെ ചേർക്കണ്ടു. എന്തൊക്കെ ചേർക്കേണ്ടത് വെച്ചാൽ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് സാധനത്തിനനുസരിച്ചിട്ടാണ് പൊടികളൊക്കെ ചേർക്കേണ്ടത്. അത് നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ നമുക്കറിയാം, ഞാൻ എപ്പോഴും പറയാറില്ലേ. അപ്പോൾ അങ്ങനെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ പച്ചമുളക്, കറിവേപ്പില ഉണ്ടെങ്കിൽ ഞാൻ ഇതിൽ ചേർത്തത് മാത്രം പറയുന്നത്, മല്ലിയില, പെരിഞ്ചീരകം, അങ്ങനെ തന്നെ പൊടിയൊന്നുമല്ല, പെരിഞ്ചീരകം, അരിപ്പൊടി, ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർത്തിട്ടില്ലേ. പിന്നെ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി, അത് പിന്നെ ഞാനെപ്പോൾ മറക്കുന്ന സാധനമാണ്. ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെ കൂടെ കുറച്ചേ വേണ്ടു, ഒരു 2 കഷ്ണം വെളുത്തുള്ളി ഇഞ്ചിയേ വേണ്ടു. ഞാനത് പറഞ്ഞ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും ചേർക്കേണ്ടതെന്നില്ല കേട്ടോ. എന്നിട്ട് പിന്നെ പക്കോടയിൽ സാധാരണ വെളുത്തുള്ളി ചേർക്കുമെന്ന് എനിക്കറിയില്ല, ഇഞ്ചി ചേർക്കുന്നൊന്നുമല്ല. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്തു. അപ്പോൾ മിക്സ് ചെയ്തിട്ട് അത് എണ്ണയിൽ നല്ല ക്രിസ്പി ആവും. അത് അരിപ്പൊടിയും കൂടി ആകുമ്പോഴത്തേക്ക് നല്ല കറുമുറിയാവും. എന്നിട്ട് എണ്ണയിൽ വറുത്ത് വരുന്നുണ്ട്. ഇതിന് എണ്ണ ഒരുപാട് വേണ്ട, അത് ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പം കണ്ട എണ്ണയില്ലേ ഇതിൽ ഇത്തിരി കൂടുതലുണ്ടായി. ഞാനത് കോരിയ പിന്നില്ല എണ്ണയിൽ നിങ്ങൾ കാണുന്ന. ഇത് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ഒരു 4 ഓട്ടം ഇടാനുണ്ടായി. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് എണ്ണ തീർന്നേ. ശരിക്കും 1 സ്പൂൺ എണ്ണയായിട്ടില്ല. അത് നമുക്ക് കഴുകി കളയാനില്ല, എണ്ണ വേസ്റ്റ് ആകുന്നില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മൾ ബേക്കറി സാധനമെല്ലാം കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്നതിനേക്കാളും വല്ലപ്പോഴും ഉണ്ടാക്കി കൊടുക്കുക. നമ്മൾ ഡെയിലി ഉണ്ടാക്കി കൊടുക്കുന്നില്ല, പിന്നെ ഒരുപാട് കഴിക്കുന്നുമില്ല. മറ്റേ മമ്മൂട്ടിയെല്ലാം പറഞ്ഞ പോലെ നമുക്കെല്ലാം കഴിക്കാം, മിതമായിട്ട് കഴിക്കാം. നമ്മളെ ഒരു എന്താ പറയുക കൊതിക്ക് കഴിക്കുക. അല്ലാണ്ട് നമ്മളിങ്ങനെ വയറിറച്ചൊക്കെ കഴിക്കാൻ നിന്നാൽ അത് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ സോയാബീൻ കുഞ്ഞത് വാങ്ങിക്കുന്നതാണ് കേട്ടോ. വലുത് വാങ്ങി നമ്മൾ നടുക്ക് കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു ചെറുതാകുമ്പോൾ ഇങ്ങനെ കഴിക്കാൻ വേണ്ടി നല്ല എളുപ്പമായിരിക്കും. സോയാബീൻ തിളച്ച വെള്ളത്തിലിടുക, ഊറ്റിയിട്ട് പിഴിയുക, എന്നിട്ട് 2 സാദാ വെള്ളത്തിൽ കഴുകുക. എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, അരിപ്പൊടി, പെരിഞ്ചീരകം മുഴുവനായിട്ട് തന്നെ ഇടുക. ഇഞ്ചി വെളുത്തുള്ളി ഇടുക, മല്ലിയില ഇടുക. ഇത്രയും സാധനങ്ങൾ തന്നെ ഇടണേ. നിങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ 1-2 വട്ടം ഒന്ന് കേട്ട് നോക്കിയാൽ മതി. ഇത്രയും സാധനങ്ങൾ മാത്രമേ ഇടണ്ടൂ. ഇതെല്ലാം നമുക്ക് വീട്ടിലുണ്ടാകുന്ന സാധനങ്ങളാണ്. മല്ലിയില അഥവാ നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ നിങ്ങൾ കറിവേപ്പില ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ വീട്ടിലുണ്ടാകുന്നതെന്ന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. നമുക്കൊരു എന്താ പറയുക 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, താങ്ക് യു.